ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ജഡാമഞ്ചിയൊക്കെ ഇട്ട് കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മളുടെ സൗന്ദര്യകാന്തി എണ്ണ ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചാണ് ഓയിൽ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ആൽമണ്ട് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറേ നാളുകളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളുടെ കമൻറ്റ് ബോക്സിനകത്ത്. സോ ഇന്ന് ഞാൻ ആൽമണ്ട് ഓയിൽ ഉണ്ടാക്കി കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കോൾഡ് പ്രസ്ഡ് ആൽമണ്ട് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പ്യുവർ ആൽമണ്ട് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ആൽമണ്ട് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിന് മുന്നേ തന്നെ ആൽമണ്ട് ഓയിൽ വളരെ നല്ലതാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിനും ആൻറ്റി ഏജിങ്ങിനും റിങ്കിൾസ് വരാതെ നോക്കാനും. നിറയെ ക്രീംസിലൊക്കെ ആൽമണ്ട് ഓയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെയും നിറയെ ക്രീംസിൽ ആൽമണ്ട് ഓയിൽ ഉണ്ട് കേട്ടോ. സോ ആൽമണ്ട് ഓയിലിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയുണ്ട് നമ്മുടെ സ്കിൻ കെയറിൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ആൽമണ്ട് ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം 350 ഗ്രാം ആൽമണ്ട് ആണ്. നല്ല ഉണങ്ങിയ റൗണ്ട് ആയിട്ടുള്ള ആൽമണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലാണ് കൂടുതൽ ഓയിൽ ഉണ്ടാവുക. നന്നായിട്ട് തുടച്ച് അതിന്റെ ഡസ്റ്റ് ഒക്കെ മാറ്റണം. കാരണം നമുക്കിത് കഴുകാൻ പറ്റില്ല. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണിയോ വെച്ച് നന്നായിട്ട് തുടച്ചു മാറ്റുക. നിറയെ അഴുക്ക് അതിലുണ്ടാവും. പാക്കറ്റിലിരുന്ന ആൽമണ്ട് ആണ് ഇത്, ലൂസായിട്ട് വാങ്ങിയതല്ല. അപ്പൊ കൂടെ അതിൽ നന്നായിട്ട് ഡസ്റ്റ് ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഓയിൽ നമ്മൾക്ക് കിട്ടും. ആൽമണ്ട് ഓയിൽ നമ്മൾക്ക് ഭക്ഷണത്തിൽ ആഡ് ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനായിട്ടും സ്കിൻ കെയറിനും ഒക്കെ വളരെ നല്ലതാണ്. കണ്ടോ, ഇത്രയും അഴുക്കുണ്ടായിരുന്നു. നമ്മൾക്കിതിനെ ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു 120 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് നിരത്തി തന്നെ ഇടണം. ഇത് ഹീറ്റ് ഒരേപോലെ എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നിരത്തിയിടുന്നത്. എവിടെയെങ്കിലും കട്ട കെട്ടി കിടന്നാൽ അവിടെയോട്ട് ഹീറ്റ് സ്പ്രെഡ് ആകുന്നതിന്റെ അളവിന് കുറച്ച് വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ സ്പ്രെഡ് ആക്കി വെക്കുന്നത്. നമുക്ക് ഓവനിൽ ഇതൊരു 10 മിനിറ്റ് 120 ഡിഗ്രി സെൽഷ്യസിൽ വെക്കാം. അത് കഴിഞ്ഞ് അത് ചൂടോടെ തന്നെ നമുക്കൊരു ഫുഡ് പ്രോസസ്സിലോ മിക്സിയിലോ വെച്ച് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മിക്സി, നല്ല കണ്ടീഷനുള്ള മിക്സർ ജാർ, ഇത് പൊടിക്കുന്ന ജാറാണ്. അതിൽ വെച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒന്ന് അടിക്കുമ്പോൾ ഇതുപോലെ നല്ല പൗഡറായിട്ട് കിട്ടും. ഇത് ചൂടായത് കൊണ്ട് തന്നെ നല്ല പൗഡറായിട്ട് പെട്ടെന്ന് കിട്ടും. വീണ്ടും വീണ്ടും അടിക്കുമ്പോഴാണ് ആൽമണ്ട് ഓയിൽ സീഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയെ ഓയിൽ അതിൽ നിന്ന് സെഗ്രിഗേറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഒരു വാട്ടറി ആകുന്ന പരുവം വരെ നമ്മൾ അടിക്കണം. ഇതൊന്നും കൂടെ അടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ബീറ്റ് ചെയ്യേ നമ്മൾക്ക് അതിൽ നിന്ന് ഓയിൽ ഇറങ്ങി വരുന്നതായിരിക്കും. ഇങ്ങനെ അടിച്ചെടുത്ത ആ ഒരു ആൽമണ്ട് ബട്ടർ ആണിതിപ്പോ. ആൽമണ്ട് ബട്ടർ നമ്മൾക്ക് ഒരു ഗ്ലാസ് ജാറിൽ എടുത്തു വെക്കാം. നമ്മൾക്ക് ഇങ്ങനെ അതിനെ സ്റ്റോർ ചെയ്ത് ഒരു 9 hours അല്ലെങ്കിൽ 8 hours നിങ്ങൾ സ്റ്റോർ ചെയ്ത് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഓയിൽ സെഗ്രിഗേറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ആൽമണ്ട് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് ഫുൾ നൈറ്റ് വെച്ചതാണ്. വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് 350 ഗ്രാം ആൽമണ്ടിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു കുറച്ച് ആൽമണ്ട് ഓയിൽ ആയിരിക്കും. ബാക്കി ആൽമണ്ട് ബട്ടറിൽ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. നല്ല ഫൈൻ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ തന്നെ അരിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാൻ തുണിയോ ടിഷ്യൂ പേപ്പറോ വെക്കാത്ത അത്രയും കൂടെ ഓയിൽ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വെച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് തെളിഞ്ഞ് കിട്ടും. ഇതിങ്ങനെ ഊറ്റിയെടുത്തിട്ട് വെച്ചാൽ തന്നെ തെളിഞ്ഞ് വന്നോളും. വീണ്ടും വെക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ ഓയിൽ മേലിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണ്. അങ്ങനെയാണ് ആൽമണ്ട് ഓയിൽ നമ്മൾക്ക് കിട്ടുന്നത്. ഇത് ഫേസിൽ തേക്കാനും നമ്മളുടെ ബോഡിയിൽ തേക്കാനും നമ്മളുടെ സൺ ടാൻ മാറാനും ബ്ലാക്ക് മാർക്ക് മാറാനും ഒക്കെ നല്ലതാണ്. ഈ ആൽമണ്ട് ബട്ടർ, അവിടെ ഇരിക്കുന്ന ബട്ടർ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് നമ്മൾക്ക് ബ്രെഡില് പീനട്ട് ബട്ടർ മാതിരി സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. പക്ഷെ കൊളസ്ട്രോൾ ഒക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് കഴിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ആൽമണ്ട് ബട്ടർ. ഇത്രയും ഓയിലാണ് നമ്മൾക്ക് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഇങ്ങനെയാണ് ആൽമണ്ട് ഓയിൽ ഉണ്ടാക്കുന്നത്. സോ ഇത് നമ്മൾ വെക്ക അതിൽ നിന്ന് നല്ലതായിട്ട് ഊരി നിറയെ ആൽമണ്ട് കിട്ടും. ആ ആൽമണ്ട് ബട്ടർ നമ്മൾക്ക്
ഇഫ് യു ഡോണ്ട് ഹാവ് കൊളസ്ട്രോൾ ആൻഡ് ഓൾ, അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിലും ഫേസിലും ഒക്കെ പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തും ബാക്കിയുള്ള ആൽമണ്ട് ബട്ടർ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് രാത്രിയിൽ സ്കിൻ കെയർ ചെയ്യുന്നവരുണ്ട്? 6 മണി കഴിഞ്ഞിട്ട്? ഒരിക്കലും 6 മണി കഴിഞ്ഞിട്ട് സ്കിൻ കെയറോ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാനോ നിൽക്കരുത് കേട്ടോ. 6 മണിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഈവനിങ് എല്ലാം തന്നെ തീർക്കുക. ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു, രാത്രിയിൽ നമ്മൾ തലയിൽ എണ്ണ വെച്ച് കുളിച്ചാൽ നമ്മുടെ മുടി ഒരുപാട് പൊഴിയും. കാരണം പിത്തം നമ്മുടെ ശരീരത്ത് കൂടുകയും നമ്മളുടെ വയറ്റിനകത്ത് പിത്തം കൂടുകയും തലയിലോട്ട് ഹീറ്റ് മൊത്തം സെഗ്രിഗേറ്റ് ആകുകയും നമ്മളുടെ മുടി പൊഴിയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളുടെ വയറ്റിലുണ്ടാകുന്ന പിത്തം, അഗ്നി എന്ന് പറയും അതിന്. അത് ഫേസിലോട്ട് റിഫ്ലക്റ്റ് ആകുകയും നമ്മളുടെ കളർ കുറയുകയും ഒക്കെ ചെയ്യും. നമ്മളുടെ ചുണ്ടൊക്കെ കറക്കും, നമ്മളുടെ ഇവിടെയൊക്കെയും ലൈൻസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 6 മണി കഴിഞ്ഞ് ഒരു എണ്ണയും ഒരു കാരണവശാലും ഫേസ് ഇടാതിരിക്കുക. ആൻറ്റി ഏജിങ് ഓയിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ മസാജ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനകത്ത് കോൾഡ് വരാതിരിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. അല്ലാതെ ഓയിൽ പുള്ളിങ് തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന വീഡിയോയിൽ പറയുന്നത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ. ഓയിൽ പുള്ളിങ് ചെയ്യാൻ പറയുന്നത് രാവിലെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നെയാണ്. ഇതൊക്കെയും രാത്രി ചെയ്യരുത്. എനിക്കറിയാം നമ്മൾക്ക് എല്ലാവർക്കും സമയം രാത്രിയിലാണ് കിട്ടുന്നത്, പകൽ കിട്ടാറില്ല. പക്ഷെ പകലത്തെ ഒരു 10-30 മിനിറ്റ് നമ്മൾക്കായി മാറ്റി വയ്ക്കൂ എന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. അത്ര 12 അവേഴ്സ് ഒരു പകലുള്ളിടത്ത് നമ്മൾക്കൊരു കുറച്ചു നേരം നമ്മൾക്കായിട്ട് മാറ്റി വെക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും അത് മാറ്റി വെക്കാനുള്ള സമയം കണ്ടെത്തണം കേട്ടോ. അല്ലാതെ നമ്മൾ രാത്രിയിലത്തേക്ക് എല്ലാവരും കിടന്നു കഴിഞ്ഞ് നമ്മളുടെ സ്കിൻ കെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇരട്ടി നമ്മൾക്ക് ബുദ്ധിമുട്ടാവത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി കണ്ടെത്തണം. അപ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ തേടിക്കൊണ്ടിരിക്കുന്ന ആ നമ്മളെ എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റുക. ഒരിക്കലും നമ്മൾക്ക് നമ്മളുടെ ദുഃഖങ്ങൾ എന്താണ് നമ്മൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവില്ലല്ലേ. എന്തിനാണ് നമ്മൾ വിഷമിച്ചത്, എന്തിനാണ് നമ്മൾക്ക് മൂഡ് ഓഫ് ആയത്, എന്തിനാണ് നമ്മൾക്ക് ഒരു എല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് ഒരു സങ്കടം വരുന്നതെന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ. അപ്പം നമ്മളെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾക്കുള്ളിലെ നമ്മളുടെ നീഡിനെ, നമ്മളുടെ വിഷമങ്ങളെ നമ്മൾ അനലൈസ് ചെയ്തെടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചിലപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു ഒരു വാക്ക് ഓർത്തിട്ടായിരിക്കും നമ്മളിരുന്ന് വിഷമിക്കുക അല്ലേ. അത് അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ച് ആ കെട്ട് അഴിച്ചു വിടണം നമ്മുടെ മനസ്സിൽ നിന്ന്. അല്ലാതെ നമ്മൾ അതും മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെയും നമ്മുടെ ശരീരം ഇങ്ങനെ വേസ്റ്റ് ആകും. നമ്മളുടെ പിത്തവും കഫവും വാദം എന്നാണ് നമ്മളുടെ മുട്ടിനൊക്കെ വേദന വരുന്നത്. മുട്ടിനും സന്ധികൾക്കും ഒക്കെ വേദന വരുന്നത് വാദത്തിൻ്റെ കൊണ്ടാണ്. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഓയിൽ പുള്ളിങ് ചെയ്യുന്നതിനെ കുറിച്ച്, കഫമൊക്കെ വായിൽ ഇറങ്ങി വരും എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. ലോജിക്ക് ഒന്നും തന്നെയില്ല, സിമ്പിളാണ്. ഞാൻ പറയുന്ന അങ്ങനെ തന്നെ കേൾക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ തന്നെ ആൻസർ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാമെന്ന്. ഞാൻ അതിൻ്റെ ആൻസർ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിൻ്റർ ഉള്ള സമയത്ത്, മഞ്ഞുകാലമാണല്ലോ ജനുവരി ഫെബ്രുവരി ഒക്കെ, നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ചൂടല്ല, നല്ല തണുപ്പ് തന്നെയാണ്. മഞ്ഞുകാലത്ത് കുറച്ച് ഹെയർ ഫോൾ നമ്മൾക്ക് കൂടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ പെറ്റ് ഡോഗിനൊക്കെ വിൻ്റർ സീസണിൽ നിറയെ ഷെഡാകും അവരുടെ രോമങ്ങളൊക്കെ. സോ നമ്മളും അതുപോലെ തന്നെയാണ്. വിൻ്ററിൽ കുറച്ച് പൊഴിയും. ഒരു 20 മുതൽ 18 മുടിയൊക്കെ പൊഴിയുന്നത് നോർമലാണ് കേട്ടോ. അത് മുടി പൊഴിച്ചിലായിട്ട് കണക്കാക്കുകയേ വേണ്ട. പിന്നെ നമ്മൾ ആൻറ്റി ഏജിങ് ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ ആരും തന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നില്ല എന്ന്. നിറയെ പേരോടും ഡോക്ടറെ കാണൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഏത് ഡോക്ടറിനെയാണ് കാണേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഗൈനക്കോളജിസ്റ്റിനെയാണ്. നമ്മൾ മെനോപ്പസ് പീരീഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 30ക്ക് അപ്പുറം തന്നെ മെനോപ്പസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ ബോഡിയിലുണ്ടാവും. 35-നപ്പുറം കുറച്ചായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് വിസിബിളായിട്ട് നമ്മൾക്ക് കാണാൻ തുടങ്ങുന്നതാണ് ഈ 45-നും 50-ക്കും ഇടയിലുള്ള സമയങ്ങളിലൊക്കെ. അതിന് മുന്നേ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഫേസിന് കളർ മാറുന്നു, അവിടെ ആക്നെ വരുന്നുണ്ട്, അല്ലെ ഫൈബ്രോസിസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. ഇപ്പോഴൊക്കെ ഡോക്ടേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾക്ക് ഫൈബ്രോസിസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ സർജറി ഒന്നുമില്ലാതെ കുറേ മെഡിസിൻസ് ഉണ്ട്. നമ്മളുടെ ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസും ഒക്കെ ഉണ്ട്. അതൊന്നും കഴിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച്
പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന കോസ്മെറ്റോളജിസ്റ്റിനെ പോയി കാണാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോസ്മെറ്റോളജി ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോകാനോ അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനാണ്. നോർമൽ ഫിസിഷ്യൻ കൂടിയല്ല, ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും. അതുപോലെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കാണാവുന്നതാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞും അവരൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്റ് നോക്കി അവർ പറയുന്ന ഡയഗ്നോസിസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കുറേ വാരി വലിച്ച് നമ്മളുടെ ഫേസിലിട്ടു എന്ന് പറഞ്ഞിട്ട്, പുറമേ നമ്മൾ എണ്ണ തേച്ചു ഫേസിലിട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ടൊരു ഇത് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണാം, ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞും ആ മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗോ ടു ആയുർവേദ. അവരോട് ഇങ്ങനെയൊക്കെ ഈ ഡോക്ടർ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഗൈഡ് യു. ഓക്കെ, അവരും നിങ്ങളെ ഗൈഡ് ചെയ്യും. അല്ലാതെ നമ്മൾ ഒറ്റയടിക്കൊരു തീരുമാനം എടുക്കരുത്. എൻ്റെ ഫേസ് പണ്ട് നല്ല കളറുണ്ടായിരുന്നു, ഇപ്പം കളർ കുറഞ്ഞു, കുറച്ച് ഫേസ് പാക്ക് ഇടാം. നോ, അങ്ങനെ അല്ല. കറക്റ്റായിട്ടുള്ള റൂട്ട് കോസ് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായി. ഇപ്പം എൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് എടുത്താൽ തന്നെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്. നമുക്ക് പോയി ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ കാണാറുണ്ട്, സ്കാനിങ് ചെയ്യാറുണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറുണ്ട്. നമുക്ക് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആകുമ്പോഴും അല്ലെ ഓവർ ബ്ലീഡിങ് വരുമ്പോഴും ഒക്കെ ഡോക്ടറെ പോയി കാണുന്നത് ഒരു കുറവല്ല. നമുക്ക് മറ്റുള്ളവരോട് പറയണ്ട എന്നുണ്ടെങ്കിൽ പറയുക പോലും വേണ്ട, നമുക്ക് തന്നെ പോകാമല്ലോ. അങ്ങനെ നമ്മൾ കെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ ഇനിയെങ്കിലും നമ്മൾ പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രനാൾ ജീവിച്ച വേസ്റ്റാക്കിയ ലൈഫ് പിന്നെയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു 45 വയസ്സുള്ള ഒരാളാന്ന് വെച്ചോ, അല്ലെ 40 വയസ്സ് വേണ്ട, 40-45 വിട്ടാല് ഒരു 48-50 വയസ്സുള്ള ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു പ്രായമല്ല. പക്ഷേ അങ്ങോട്ട് ബാക്കി എത്രത്തോളം, ഒരു 80 വയസ്സ് വരെ നമ്മൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ബാക്കി 30 വർഷങ്ങൾ കിടക്കുകയാണ്. ആ 30 വർഷങ്ങൾ നമ്മൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിച്ചൂടെ? നമ്മളുടെ സമയങ്ങളൊന്നും ഒരിടത്തും പോയിട്ടില്ല. നമ്മൾക്ക് സ്കിൻ കെയർ ചെയ്താലും നമ്മൾ കെയർ ചെയ്താലും ഇതുപോലെ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്താലും വളരെ നല്ലതാണ് നമ്മളുടെ സ്കിന്നിന്. അല്ലാതെ നമ്മൾക്ക് സ്കിൻ കെയർ മാത്രം ചെയ്യൂ എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ ഫേസ് പാക്ക് ഇടൂ അല്ലെങ്കിൽ എണ്ണ തേക്കുക, അത് മാത്രമല്ല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് നമ്മൾ തുടങ്ങണം. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫേസ് പാക്ക് ഒക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിഫ്ലക്റ്റോളജിയാണ് വർക്കാകുന്നത്. നമ്മുടെ ഫിംഗർ ടിപ്സും ഫേസും കൂടെ ടച്ച് ആവുന്നുണ്ട്. നമ്മളുടെ ടെൻഷൻസ് നോട്ട്സ് ഒക്കെ നമ്മളിങ്ങനെ റിലീസ് ചെയ്ത് വിടുകയാണ്. നമുക്ക് റിലാക്സേഷനാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് തല മസാജ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ നമ്മൾ ഹാപ്പി ആവുകയും നമ്മൾ അറിയാതെ തന്നെ കുറേ ടെൻഷൻസിനെ നമ്മൾ മറന്നുപോവുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു പ്രയോജനം കൂടെയുണ്ട്. നിറയെ പേർക്കും ഫേസ് പാക്ക് ഇടുക, ഫേസ് പാക്ക് കഴുകുക അങ്ങനെ മാത്രമല്ലാതെ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കണക്ഷനാണ്. നമ്മുടെ ബ്രെയിൻ ആൻഡ് ഫിംഗർ ടിപ്സിന് നല്ലൊരു കണക്ഷനുണ്ട്. കൊച്ചു പിള്ളേർക്ക് പോലും ഫിംഗർ ടിപ്സിനും ബ്രെയിനിനും തമ്മിൽ കണക്ഷനുണ്ട്. അതുപോലെ നമ്മൾക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കണക്ഷനുള്ള കൈ കൊണ്ട് നമ്മുടെ ഫേസ് ഒക്കെ കഴുകുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കുറേ ഹാപ്പി ഹോർമോൺസ് വർക്കാകുകയും നമ്മൾക്ക് കുറച്ചും കൂടെ നമ്മൾക്ക് ഓപ്പണായിട്ട് ചിന്തിക്കാൻ, നമ്മൾ ടെൻഷൻ്റെ നോട്ട്സ് ഒക്കെ മാറുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കെയർ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ അറിയുക. നിങ്ങളുടെ സ്കിന്നെ നിങ്ങൾ അറിയുക, പഠിക്കുക, എന്നിട്ട് സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്ന നമ്മുടെ ടേക്ക് കെയർ.